ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഫൈനൽ റൗണ്ട് റിവിഷൻ സീരീസിലെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സിലബസ് സെറ്റ് എക്സാമിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് എന്നുള്ള നമ്മുടെ സിലബസിലെ യൂണിറ്റ് 3 8 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിരിക്കുന്ന യൂണിറ്റ് 3 ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിലൂടെ കടന്നു പോകാം. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന രീതിയിൽ ഞാൻ പറയും, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ്. അപ്പൊ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് സമകാലികമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താണ്? AI ആണ്. AI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സമകാലികമായിട്ടുള്ള ചോദ്യപേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. AI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ്. ഇവിടെ നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ISROയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, നാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അവരുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, പുതിയ വിക്ഷേപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 1 സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും മൊഡ്യൂൾ 1 ഭാഗമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ക്ലിയർ ആയോ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്? ഇനി കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം കൊണ്ട് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്തു നമ്മൾ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? മൊഡ്യൂൾ 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ്, ലെജിസ്ലേഷൻ ആൻഡ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ നടന്നിട്ടുള്ള എൻവയോൺമെന്റ് ഇഷ്യൂ. ഇവിടെ ഒരേ സമയം ജനറൽ നോളജ് എന്ന നിലയിലും അതേസമയം കറണ്ട് അഫയേഴ്സ് എന്ന നിലയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. സമകാലികമായിട്ട് നടക്കുന്നതിനെ മുൻനിർത്തി ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. മുൻപ് നടന്നിട്ടുള്ള നർമ്മദ ബച്ചാവോ ആന്തോളൻ, ചിപ്കോ മൂവ്മെന്റ്, സൈലന്റ് വാലി മൂവ്മെന്റ്, ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. മൊഡ്യൂൾ 3 UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് ആണ്. ഇപ്പോഴത്തെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് സമ്മിറ്റുകളാണ്, ഉച്ചകോടികളാണ്. പ്രധാനപ്പെട്ട ഉച്ചകോടി, നടന്ന വേദി തുടങ്ങിയ കാര്യങ്ങളാണ് ഏതുമായി ബന്ധപ്പെട്ടിട്ട് UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷകൾക്ക് സാധാരണ സെറ്റ് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 4. ഈ മൊഡ്യൂൾ 4 എപ്പോഴും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുമായി ബന്ധപ്പെട്ടിട്ടും PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കറണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ NIRF റാങ്കിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് എടുക്കാഞ്ഞത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, സ്കോളർഷിപ്സ് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ്സ്, അത് നാഷണൽ ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും ചോദിക്കാറുണ്ട്. മൊഡ്യൂൾ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കുറച്ച് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. ഏത്? നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരാനുള്ളത്. നമ്മുടെ കോഴ്സിൽ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നും 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ കോഴ്സിലെ മുൻകാലത്തെ, അതായത് 2024ലെയും 2023ലെയും ഒക്കെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകളിലെ നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും കാണണം. മൊഡ്യൂൾ 5. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം തന്നെ RTE ആക്ടിൽ നിന്നുള്ള ചോദ്യവും മൊഡ്യൂൾ 5ന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ക്ലിയർ അല്ലേ? മൊഡ്യൂൾ 5. ദെൻ മൊഡ്യൂൾ 6, 7, 8. ഇതിൽ ഈ മൊഡ്യൂൾ 7 നമുക്കൊന്ന് അത് മാറ്റി നിർത്താം. മൊഡ്യൂള് 6ഉം 8ഉം കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അവാർഡുകൾ. അത് അവാർഡ് എന്ന് പറയുമ്പോൾ സാംസ്കാരികമായിട്ട്, അതായത് ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക്, ഇതുമായി പെർഫോമൻസ് ആർട്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളും സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. സ്പോർട്സ് ആൻഡ് ഗെയിംസ്. നോക്കൂ, നിലവിലെ സ്പോർട്സ് ആൻഡ് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് ഷുവർ കട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നായിരിക്കും? പറഞ്ഞേ മക്കളെ. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തിൽ നിന്നായിരിക്കും സ്പോർട്സ് ആൻഡ് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം വരാൻ 100% സാധ്യതയുള്ളത്? വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്. പഠിക്കണ്ടേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഇനി 2026 ജനുവരി മുതലേ ജൂലൈ വരെ എടുത്താൽ മതി. ജൂലൈ എടുക്കാനില്ല, ജൂൺ വരെ എടുത്താലും മതി. ഈ കാര്യം നോക്കുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം വരാവുന്ന, മൊത്തത്തിലെ ചോദ്യം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞേ.
മൊത്തത്തിൽ ചോദ്യം വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ. 2026 ജൂൺ മുതൽ ജൂലൈ വരെ, അല്ലെങ്കിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വരാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒന്നാമത്തത് ഏതാണ്? ഫിഫ വേൾഡ് കപ്പ് ആണ്. ചോദ്യം വരാം. ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് ചോദ്യം വരാം. പിന്നെ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കി, എന്തിൽ നിന്നൊക്കെ സമകാലികമായിട്ട് പരീക്ഷകൾക്ക് ചോദ്യം വരുന്നുണ്ട്? ഗംഗയാൻ വരാം. അത് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് സാധ്യതയുണ്ട്. ഈ ഗംഗയാനും അതുപോലെ ആക്സിയം മിഷൻ 4ഉം ചന്ദ്രയാനും ഒക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ ചോദ്യം വരാം. ഗംഗയാൻ മിഷൻ വരാം, ആക്സിയം 4 വരാം, ചാന്ദ്രയാൻ മിഷൻ വരാം. അത് ചാന്ദ്രയാൻ 3യും വരാം, ഇനി നടക്കാൻ പോകുന്നതും വരാം. ISRO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പിന്നെ ഫിഫ വേൾഡ് കപ്പ് പറഞ്ഞു, ISRO റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങൾ, പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക, എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം വരാം. വേഗം പറ, സമയമില്ല. പറഞ്ഞേ എന്തൊക്കെയായിട്ട് ചോദ്യം വരാം? ഈ ഒരു 2026 കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി പിള്ളേരെ. എന്തിൽ നിന്നൊക്കെ ചോദ്യം വരാം? ഇലക്ഷൻ, ന്യൂ ഗവൺമെന്റ്, കറക്റ്റ്. മൃദുൽ സാർ തുടക്കട്ടു ബാക്കിൽ ഒരാള്, എന്താ FT ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, പേരറിയില്ല, ആളും പറഞ്ഞിട്ടുണ്ട് ഇലക്ഷനിൽ നിന്ന് ചോദ്യം വരാം. നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ന്യൂ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറി അല്ലേ? അപ്പൊ നമ്മുടെ ഇലക്ഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരാം. അത് നാഷണൽ ലെവലിലും വരാം, സ്റ്റേറ്റ് ലെവലിലും വരാം. ബഡ്ജറ്റ് ചോദിക്കാം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഫിഫ വേൾഡ് കപ്പ് പറഞ്ഞു, ISRO റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സ്പോർട്സിൽ തന്നെ ടെന്നീസ്. ഓക്കെ, സ്പോർട്സ് എന്നുള്ളത് കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്. സെൻസസ്. ആഗന സിസ്റ്റർ എടുത്തിട്ടുണ്ട് സെൻസസ്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. സെൻസസ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മാരത്തൺ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പൊതുവെ നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ. പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട അവാർഡുകൾ. ഓക്കെ അല്ലേ? ഈ ഒരു ഏരിയയിലൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാമല്ലോ. ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഒരു ബാലികേറാമലയായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് ഇടിഞ്ഞു തുടങ്ങിയില്ലേ? മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ മാരത്തൺ ക്ലാസ്സും കൂടി ആകുമ്പോൾ ഏകദേശം നമ്മൾ ശരിയാവും. വല്ലാത്ത ഫോക്കസ് ഒന്നും നമ്മൾ കറണ്ട് അഫയേഴ്സിന് കൊടുക്കണ്ട. അതായത് ചില സമയത്ത് 40-ലധികം ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രം പഠിച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അളന്ന് വിളമ്പുക എന്ന് പറയുന്ന പോലെ ആവശ്യത്തിനുള്ളത് പഠിക്കുക. റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ ഒരു ഓർഡറിലാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what term describes system designed to verify that a user is real human, not an AI in online? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. AI റിലേറ്റ് ചെയ്തുകൊണ്ട് സമകാലികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപയോക്താവ്, അങ്ങനെ തന്നെ വിളിക്കാം, ഒരു യൂസർ, അയാൾ ഒരു യഥാർത്ഥ മനുഷ്യനാണോ അല്ലെങ്കിൽ AI ആണോ? ഒരു യഥാർത്ഥ മനുഷ്യനാണ്, AI അല്ല എന്ന് ഓൺലൈനായിട്ട് പരിശോധിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സിസ്റ്റങ്ങളെ കുറിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ വായിച്ചു നോക്കി നമുക്ക് പെട്ടെന്ന് കിട്ടും ഇല്ലേ? ഏതാണ്? ബയോ ഒതന്റിക്കേഷൻ ആണ്. അപ്പൊ AI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ ഞാൻ സാധാരണയായിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ചോദിക്കാറുള്ള 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നമ്മുടെ AI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഗ്ലോബൽ AI സമ്മിറ്റ് നടന്നത് 2025-ലെ, ശ്രദ്ധിക്കണേ, 2025-ലെ ഗ്ലോബൽ AI സമ്മിറ്റിന് വേദിയായ സ്ഥലം ഏതാ അറിയുമോ? 2025-ലെ കേട്ടോ, 2025-ലെ ഗ്ലോബൽ AI സമ്മിറ്റിന് വേദിയായ സ്ഥലം ഏതാണെന്ന് അറിയോ? പാരീസ് ആണേ, പാരീസ്. 2025-ലെ ഗ്ലോബൽ AI സമ്മിറ്റ്. യെസ്, വെരി ഗുഡ് മൃദുൽ സാർ. ഏതാണ്? പാരീസ് ആണ്, പാരീസ്. അങ്ങനെയാണെങ്കിൽ 2026-ലെ
AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ വേദി ഏതാ? AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ വേദി ഏതാ? AI ഇമ്പാക്ട് സമ്മിറ്റ്. ശ്രദ്ധിക്കണം കേട്ടോ, AI റിലേറ്റഡ് ചെയ്തിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. 2026 AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ വേദി ഏതാണെന്ന് അറിയോ? ഇന്ത്യയാണ്. ഇന്ത്യയാണ്. ഈ അടുത്ത് നടന്ന PSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2026 AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ വേദി ഏതാണ്? ഇന്ത്യയാണ്. 2025 നടന്ന ഗ്ലോബൽ AI സമ്മിറ്റിന്റെ വേദി ഏതാണ്? പാരീസ് ആണ്. പാരീസ്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം. അതാ ഇന്ത്യയിൽ തന്നെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എന്ന് ഹാജർ ടീച്ചർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചറെ. ന്യൂഡൽഹിയിൽ വെച്ചിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലുകളും നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഇന്നോവേഷൻ ഡിഡ് ഇന്ത്യൻ ടീനേജേഴ്സ്, ഇതൊരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ടീനേജേഴ്സ് വിൻ ദി എർത്ത് പ്രൈസ് 2026. എർത്ത് പ്രൈസ് 2026 ലഭിച്ചത് മൂന്ന് ഇന്ത്യക്കാരായിട്ടുള്ള യുവാക്കൾക്കാണ്. എർത്ത് പ്രൈസ് 2026 ഗ്ലോബൽ വിന്നിംഗ് ടൈറ്റിൽ. അവരുടെ ഏത് ഇന്നോവേഷനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ടൈറ്റില് ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇന്ത്യക്കാരായ യുവാക്കൾക്ക് 2026 എർത്ത് പ്രൈസ് ഗ്ലോബൽ വിന്നർ കിരീടം ലഭിച്ചത്? പറഞ്ഞോളൂ. അറിയാമോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അറിയാമെങ്കിൽ പറയൂ. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു അവരുടെ. ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ മക്കളെ. ഗസ് ചെയ്താലും കുഴപ്പമില്ല. എയും ബിയോ സിയോ ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ. ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അറിയാമോ ആർക്കെങ്കിലും? അത് പ്ലാസ്റ്റിക് എന്നത്, അതായത് നമ്മുടെ പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരു കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുളിങ്കുരു, ആ പുളിങ്കുരുവിൽ നിന്ന് ഒരു ജൈവ വിഘടന സ്വഭാവമുള്ള ഒരു തരം പൊടി അവരുണ്ടാക്കിയെടുത്തു. വെള്ളത്തിൽ കലർന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ മൈക്രോ പ്ലാസ്റ്റിക്സിനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ അതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇവരിത് വികസിപ്പിച്ചു. അതിനാണ് ഇവർക്ക് 2026 ഗ്ലോബൽ വിന്നർ ടൈറ്റിൽ ലഭിച്ചത്. ഇത് സമകാലികമായിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ചോദിച്ചു കണ്ട ഒരു ചോദ്യമാണ്. അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് എന്നാണ് ആ ഒരു ഇന്നോവേഷന്റെ പേര്. ഓക്കെ, ഈ ഒരു ഇന്നോവേഷൻ ആണ് ഇന്ത്യക്കാരായിട്ടുള്ള 3 യുവാക്കൾക്ക് എർത്ത് പ്രൈസ് 2026 ഗ്ലോബൽ വിന്നർ ടൈറ്റിൽ ലഭിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 3 ഇന്ത്യക്കാരായിട്ടുള്ള യുവാക്കളുടെ പേര് പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? ചെയ്യാവുന്നതല്ലേ? നിങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് എന്തിനാ? അതറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ 15 ക്വസ്റ്റ്യൻസ് മാത്രമേ പരീക്ഷയ്ക്ക് വരുന്ന യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ആർട്ടിമിസ് 2, ശ്രദ്ധിക്കണേ, ആർട്ടിമിസ് 2-നെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. വിച്ച് കംപ്ലീറ്റഡ് ഇറ്റ്സ് മിഷൻ ഇൻ 2026 അച്ചീവ്ഡ് വാട്ട് മൈൽസ്റ്റോൺ? ആർട്ടിമിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു മിഷൻ ആണ്. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട, അതായത് ആർട്ടിമിസ് മിഷൻ കൊണ്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ചോദ്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആർട്ടിമിസ് 2 എന്നുള്ളത്. 2026 ദൗത്യം പൂർത്തീകരിച്ച ആർട്ടിമിസ് 2 എന്ത് നേട്ടമാണ് കൈവരിച്ചത്? പറഞ്ഞേ. ആർട്ടിമിസ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ആർട്ടിമിസ് 2 എന്നുള്ളത് അറിയാമോ? ആർട്ടിമിസ് 2 എന്നുള്ളത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് പലപ്പോഴും 2026 പരീക്ഷയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിമിസ് 1 2022 അതൊരു അൺക്രൂഡ് ടെസ്റ്റ് ഫൈറ്റ് ആയിരുന്നു അറൌണ്ട് ദി മൂൺ. അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ആർട്ടിമിസ് 2 2026 ഏപ്രിൽ 1 നോട്ട് ചെയ്യണേ. 2026 ഏപ്രിൽ 1 അത് ലോഞ്ച് ചെയ്തത്. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ എന്നുള്ളതാണ് ചോദ്യം. എന്തായിരുന്നു? യെസ്, വെരി ഗുഡ്. ഫാസ്റ്റ് ക്രൂഡ് ഫ്ലൈറ്റ് ടു ട്രാവൽ ബിയോണ്ട് ദി ലോ എർത്ത് ഓർബിറ്റൽ സിൻസ് അപ്പോളോ
17. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോളോ 17 ശേഷം ഭൂമിയുടെ താഴ്ന്ന ഓർബിറ്റിനപ്പുറം സഞ്ചരിക്കുന്ന ആദ്യത്തെ ക്രൂ അംഗീകൃത വിമാനമാണ് ഏതായിരുന്നു? യെസ്, ആർട്ടിമിസ് 2 ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? ആർട്ടിമിസ് 2 ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആർട്ടിമിസ് 2 ഓക്കെ അല്ലേ? ആർട്ടിമിസ് 3 ഏത് വർഷമാണ്? 2027 2027. പക്ഷെ ഇനി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ആർട്ടിമിസ് 2 കഴിഞ്ഞാൽ ചോദിക്കാനുള്ളത് ആർട്ടിമിസ് 4 ആണ്. ആർട്ടിമിസ് 4 ഓക്കെ, 2028 ആർട്ടിമിസ് 4 എന്നുള്ള ദൗത്യം. ഫസ്റ്റ് ക്രൂഡ് മൂൺ ലാൻഡിംഗ് സിൻസ് അപ്പോളോ 17. അപ്പോളോ 17 ശേഷം മനുഷ്യനെ എത്തിക്കാനുള്ള ഒരു ദൗത്യമാണ് ഇത് ആർട്ടിമിസ് 4 എന്ന് പറയുന്നത്. ആർട്ടിമിസ് 4 ക്ലിയർ അല്ലേ? ആർട്ടിമിസ് 2 നിർബന്ധമായിട്ട് നോക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഇട്ടു, ISRO റിലേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? ഗംഗയാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ മക്കളെ? ഗംഗയാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സിയം മിഷൻ 4. ആക്സിയം മിഷൻ 4 ബഹിരാകാശത്തേക്ക് എത്തുന്ന ഇന്ത്യക്കാരൻ ആരാ? ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആക്സിയം മിഷൻ 4 ബഹിരാകാശത്തേക്ക് എത്തുന്ന ഇന്ത്യക്കാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ചതാണ്. ശുഭാംശു ശുക്ല. ആക്സിയം മിഷൻ 4 ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നോക്കിയിരിക്കണം. അപ്പൊ ഗംഗയാൻ നോക്കണം, ആക്സിയം മിഷൻ നോക്കണം, ചാന്ദ്രയാൻ 3 നോക്കണം, അതുപോലെ തന്നെ ആർട്ടിമിസ് 2 നോക്കണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിമിസ് 1 2022 2022 ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ചോദ്യം. ഹു ബിക്കം ദി ഫസ്റ്റ് വുമൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ലൂണാർ മിഷൻ ആർട്ടിമിസ് 2? ആർട്ടിമിസ് 2 എന്നുള്ളത് ലൂണാർ മിഷൻ ആണെന്ന് അറിയാം. അപ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കൂ. ആർട്ടിമിസ് 2 എന്നുള്ള ലൂണാർ മിഷൻ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ എ ക്രിസ്റ്റീന കോച്ച്, ഓപ്ഷൻ ബി സുനിത വില്യംസ്, ഓപ്ഷൻ സി ജെസിക്ക മേയർ, ഓപ്ഷൻ ഡി ആനി മക്ലെയിൻ. കിട്ടുമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലീലാവതി ടീച്ചറും ശ്രീലക്ഷ്മി ടീച്ചറും ഒക്കെ പറഞ്ഞ പോലെ ഓപ്ഷൻ എ ആണ്. ക്രിസ്റ്റീന കോച്ച് ആണ് ലൂണാർ മിഷൻ 2 പങ്കെടുത്തിട്ടുള്ള ആദ്യ വനിത. ഒരു ലൂണാർ മിഷനിൽ പങ്കെടുക്കുന്ന ആദ്യ വനിത ക്രിസ്റ്റീന കോച്ച് തന്നെയാണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദി നെയിം ഗിവൺ ടു ദി ഐക്കോണിക് ഫോട്ടോ ഓഫ് എർത്ത് taken by Artemis 2 Commander Reed Whitson abroad on the Orion spacecraft? നല്ലൊരു ചോദ്യമാണ്. ആർട്ടിമിസ് 2 ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. എന്താ വെച്ചാൽ കഴിഞ്ഞ PSC എക്സാമുകളിലൊക്കെ സമകാലികമായിട്ട് ISRO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്, നോക്കിക്കോളൂ. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലെ ആർട്ടിമിസ് 2 ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലെ കമാൻഡർ റീഡ് ആയിരുന്ന വൈസ്മാൻ എടുത്ത ഭൂമിയുടെ ഐക്കോണിക് ഫോട്ടോയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബ്ലൂ മാർബിൾ 2, ഹലോ വേൾഡ്, എർത്ത് റൈസ് 2026, പ്ലെയിൻ ബ്ലൂ ഡോട്ട്. ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ശരി ഉത്തരം അറിയാവുന്നവർ അത് പറയാ, അല്ലാത്തവര് ഗസ് ചെയ്യാ. പറഞ്ഞേ. ഹരിപ്രിയ, ജിഷ, ആഗ്ന ടീച്ചർ, വിസ്മയ ടീച്ചർ, ലീലാവതി ടീച്ചർ, ശിവരഞ്ജിനി ടീച്ചറെ നേരത്തെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ടീച്ചർ ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഓപ്ഷൻ ബി. ടീച്ചറെ ഓപ്ഷൻ ബി ഹലോ വേൾഡ് എന്നുള്ളതാണ് കേട്ടോ ശരിയായിട്ടുള്ള ചോദ്യം. ഹലോ വേൾഡ്. ഈ ഫോട്ടോ എടുത്ത ആളുടെ പേരെന്താ? റീഡ് വൈസ്മാൻ. ഓക്കെ, ഫോട്ടോ എടുത്ത ആളുടെ പേരും കൂടി നോക്കണേ. ആർട്ടിമിസ് 2 സ്പേസ് ക്രാഫ്റ്റിന്റെ പേരെന്താ? സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് ഓറിയോൺ. ഒരു ചോദ്യത്തിൽ തന്നെ എത്ര കാര്യങ്ങളാ. ക്രിയേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹലോ വേൾഡ് എന്താണെന്നാണെന്നോ ചോദ്യമായിട്ട് വന്നത്. ഞാൻ ആ ചോദ്യത്തെ ഒന്ന് തിരിച്ചിട്ടതാണ്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ 2-3 പോയിന്റുകൾ കിട്ടുമല്ലോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ന്യൂ ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ISRO as a part of ഗംഗയാൻ പ്രൊജക്ട്. പറയാൻ കിട്ടുമോ?
ഗംഗയാൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയ ട്രെയിനിങ് പ്രോഗ്രാം ISRO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേരെന്ത്? ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അതിന്റെ പേര് മിഷൻ മിത്ര എന്നാണ്. മിഷൻ മിത്ര. മിഷൻ മിത്ര എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് PSC എക്സാമിന്. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കണം. ഓക്കെ, ഗംഗയാൻ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ISROയുടെ പുതിയ ട്രെയിനിങ് പ്രോഗ്രാം ആണ് മിഷൻ മിത്ര. മിഷൻ മിത്ര ക്ലിയർ അല്ലേ? മിഷൻ മിത്ര. യെസ്. ഇനി യൂണിറ്റ് 3 മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ നോക്കി. ഇനി യൂണിറ്റ് 2 ആണ് UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്. അതിലെപ്പോഴും ചോദിക്കുന്നത് എന്താണ്? സമ്മിറ്റ് ആണ്. സമ്മിറ്റ്, ഉച്ചകോടികളാണ്. ഉച്ചകോടിയിൽ തന്നെ എപ്പോഴും ചോദ്യം വരുന്ന ഒന്നാണ് എന്ത്? അതിന്റെ വേദി എന്നുള്ളത്. വേദി. പ്രധാനപ്പെട്ട ഉച്ചകോടികളും അതിന്റെ വേദികളും പലപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. G20 സമ്മിറ്റ് 2026 21ാമത്തെ G20 സമ്മിറ്റ് 2026 നടക്കുന്നത് എവിടെയാണ്? USA വെച്ചിട്ടാണ്. USA. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ എടുത്ത് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? G20 ഉച്ചകോടി 2026 നടക്കുന്നു. 21ാമത്തെ ഉച്ചകോടിയാണ്. അമേരിക്കയിലെ മിയാമിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ അല്ലെ? എന്താണ് 2026 G20 സമ്മിറ്റിന്റെ പ്രത്യേകത? ആദ്യ G20 സമ്മിറ്റ് നടന്ന അമേരിക്കയിലേക്ക് വീണ്ടും എന്ത്? അധ്യക്ഷ സ്ഥാനം, ആതിഥേയ രാജ്യത്തിന്റെ സ്ഥാനം തിരിച്ചെത്തുകയാണ്. അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. G20 സമ്മിറ്റ്. G20 സമ്മിറ്റ്. അങ്ങനെയാണെങ്കിൽ G20 സമ്മിറ്റ് 2025 എവിടെയായിരുന്നു? G20 സമ്മിറ്റ് 2025 നടന്നത് എവിടെയായിരുന്നു എന്നറിയാമോ? ഒന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? G20 സമ്മിറ്റ് 2025 എവിടെയാണ് എന്ന് പറയാൻ പറ്റുമോ? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു നടന്നത്. ജോഹന്നാസ്ബർഗിലായിരുന്നു കേട്ടോ. ജോഹന്നാസ്ബർഗിലായിരുന്നേ. ഇനി G7 സമ്മിറ്റ്. G7 സമ്മിറ്റ് 2026 52ാമത്തെ G7 സമ്മിറ്റ് ആണ് 2026 നടക്കുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? അതിന്റെ ആതിഥേയ രാജ്യം അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രി ഏതാണ്? ഫ്രാൻസ് ആണ്. ഏവിയാൻ ലെ ബെയിൻസ്. ഏവിയാൻ ലെ ബെയിൻസ് എന്നുള്ള ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ സ്ഥലത്താണ് ഏത് നടക്കുന്നത്? G7 ഉച്ചകോടി, G7 സമ്മിറ്റ് നടക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിക്സ് സമ്മിറ്റ്. ബ്രിക്സ് സമ്മിറ്റ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ബ്രിക്സ് സമ്മിറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ബ്രിക്സ് സമ്മിറ്റ് എന്നതിനെ കുറിച്ചിട്ട്. ബ്രിക്സ്, യെസ്, ബ്രിക്സ് എന്നത്. ബ്രിക്സ് എന്നതിന്റെ ഫുൾ ഫോം എന്താ? BRICS. ബ്രിക്സ്. ബ്രിക്സ് സമ്മിറ്റ് അറിയോ? ബ്രിക്സ് സമ്മിറ്റ് ഫുൾ ഫോം അറിയോ? എന്തെങ്കിലും അറിയോ ഇതിനെ കുറിച്ചിട്ട്? ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ? ബ്രിട്ടൻ, റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൺട്രി നെയിം ആണ് എന്ന് പറയുന്നുണ്ട്. ബാക്കി പോരട്ടെ. ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങള്. ബ്രിക്സ് സമ്മിറ്റ് 2026 18ാമതാണ് നടക്കുന്നത്. ഇന്ത്യയിലാണ് നടക്കുന്നത്. 2026 സെപ്റ്റംബർ 12 മുതൽ 13 വരെയാണ് നടക്കുന്നത്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കാരണം ഇന്ത്യയിലാണ് നടക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലെ? ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. ഓക്കെ അല്ലെ? ബ്രിക്സ് എന്നതിന്റെ ഫുൾ ഫോം എന്താ? ബ്രിക്സ് എന്നതിന്റെ അതാണ് നമ്മളോട് ചോദിക്കാൻ, GK എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ്? ബ്രിക്സ് എന്നതിന്റെ ഫുൾ ഫോം ആണ് BRICS. ബ്രസീൽ, റഷ്യ. I for അതാ മൃദുൽ സാർ ഇവിടെ ടൈപ്പ് ചെയ്തു ഓൾറെഡി. I for ഇന്ത്യയാണ് അല്ലെ? ഇന്ത്യയാണ്. യെസ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ക്ലിയർ അല്ലേ? യെസ്. ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ 2026 ബ്രിക്സ് സമ്മിറ്റ് 18ാമത്തെ ബ്രിക്സ് സമ്മിറ്റിന്റെ 18ാമത്തെ എഡിഷൻ നടക്കുന്നത് എവിടെയാണ്? ആതിഥേയ രാജ്യം ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ്, 2013. ഓക്കെ.
ഇനി ഇതിന്റെ തീം എന്ന് ഉള്ളത് ഒന്ന് നോക്കി വെച്ചോട്ടോ. തീം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. തീം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഓൾറെഡി ഇതിന്റെ യോഗം മെയ് 14-15 തീയതികളിൽ വിദേശകാര്യമന്ത്രിമാര്, ഫോറിൻ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള യോഗം ഓൾറെഡി ഭാരത് മണ്ഡപത്തിൽ നടന്നതാണ്. ഇനി നടക്കാൻ ബ്രിക്സ് സമ്മിറ്റ് 2026 സെപ്റ്റംബർ 12 മുതൽ 13 വരെ നടക്കും. ബ്രിക്സിന്റെ ഫുൾ ഫോം അതെന്താണ്? അതിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഓക്കെ അല്ലേ? ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് സമ്മിറ്റ്. ഇനി SCO സമ്മിറ്റ് 2026 കിർഗിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ചൈനയുടെ 2025 ടിയാജിൻ സമ്മിറ്റിന് ശേഷം കർഗിസ്ഥാൻ SCO അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. SCO സമ്മിറ്റ് 2026 നമുക്കധികം ചോദിക്കാറില്ല. കുറച്ചും കൂടി ഹൈ ലെവലുള്ള PSC എക്സാമുകൾക്കൊക്കെയാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷേ അടുത്തത് ചോദിക്കാം. ആസിയാൻ ഉച്ചകോടി. ആസിയാൻ കരാറിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? അതിന്റെ സ്പെല്ലിംഗ് നോക്കണേ. ACEA എന്നാണ്. ആസിയാൻ സമ്മിറ്റ് 2026 ഫിലിപ്പീൻസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫിലിപ്പീൻസ്. ഓക്കെ, 2025 ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? മലേഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഒരുവിധം പരീക്ഷകൾക്കൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആസിയാൻ സമ്മിറ്റ്. ആസിയാൻ സമ്മിറ്റ് ക്ലിയർ അല്ലേ? Then AI Summit 2026. AI Summit 2026 ഷുവർ കട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? AI-യും AI ഇന്നോവേഷൻസ് ഓഫ് ഫ്യൂച്ചർ ടെക്നോളജി ഒക്കെയാണ് ഈ ഒരു സമ്മിറ്റ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. ഓക്കെ, ഇനി വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2026 UAE അബുദാബിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ്. ഇനി COP31 കാലാവസ്ഥ ഉച്ചകോടിയാണ് എന്നുള്ളത് അറിയാം. അതിലെ 2026 എഡിഷൻ 2025 ബ്രസീലിൽ വെച്ച് നടന്ന COP30 ശേഷമുള്ളത് 2026 COP31 ആണ്. കൂടുതൽ വിവരങ്ങളൊന്നും വേണ്ട, പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? UN ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിലെ കഴിഞ്ഞ എക്സാമിനടക്കം ചോദിച്ചത്. ഓക്കെ ആണോ മക്കളെ? പഠിച്ചു വെക്കുകയില്ലേ? യെസ്. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നും കടക്കുന്നില്ല. കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ മറ്റൊരു ചോദ്യം നോക്കാം. കേരള ഗവൺമെന്റ് ഇന്റർനെറ്റ് പ്രൊജക്ട് ദാറ്റ് റിസീവ്ഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ISO അക്രഡിറ്റേഷൻ ഇൻ 2026. പറഞ്ഞോ പറഞ്ഞോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2024 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ ISOയുടെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്റർനെറ്റ് പദ്ധതി ഏതാ? നമുക്ക് എല്ലാവർക്കും എളുപ്പത്തില് എക്സാം ഓറിയന്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഏതാണ്? KFON ആണ്. അപ്പൊ ചോദ്യം വേറൊരു രീതിയിൽ വരാം. KFON എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ക്ലിയർ അല്ലേ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, KFON. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ എത്ര മൊഡ്യൂളുകൾ ഇവിടെ കഴിഞ്ഞു? എത്ര മൊഡ്യൂളുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് സിലബസ് വൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു? യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് ആണ്. ഞാൻ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തു, സ്ലൈഡ് റീഅറേഞ്ച് ചെയ്തതിൽ തെറ്റിപ്പോയതാ. ഇനി നമുക്ക് മൊഡ്യൂൾ 5 നോക്കാം. മൊഡ്യൂൾ 5 എന്താ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, റീസെന്റ് ലെജിസ്ലേഷൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഓർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? മൊഡ്യൂൾ 5 പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഹാജ് എന്തിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, KFONന്റെ ഫുൾ ഫോം ആണോ? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. KDISCും കൈറ്റിന്റെ ഒക്കെ ഫുൾ ഫോം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. മൊഡ്യൂൾ 5 സെറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ ഒപ്പം തന്നെ 2026 കറണ്ട് അഫയേഴ്സ് എന്ന നിലയിലെ ന്യൂ ഗവൺമെന്റ്സിനെ കുറിച്ചിട്ട് ചോദിക്കണം. അധികാരത്തിൽ വന്നിട്ടുള്ള പുതിയ നാഷണൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട മന്ത്രിമാര്, വകുപ്പുകള്, അതിൽ തന്നെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ,
ആരോഗ്യം നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ആണോ? പറഞ്ഞത് കാര്യങ്ങൾ നോട്ട് ചെയ്യില്ലേ എല്ലാവരും? പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യില്ലേ? എന്നാ ഞാൻ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, വേഗം വേഗം ഉത്തരം പറയാമോ? വേഗം വേഗം ഉത്തരം പറയാമോ? കുറച്ച് ചെറിയ കാര്യങ്ങള്. കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു അല്ലെ? ഇല്ലേ? എന്നാ തിരഞ്ഞെടുപ്പ് നടന്നേ? 2026 ഏപ്രിൽ പറഞ്ഞേ, എന്നായിരുന്നു നമ്മുടെ ഇലക്ഷൻ ഡേറ്റ്? ഏപ്രിൽ. വോയിസ് ക്ലിയർ അല്ലേ? ബ്രേക്ക് ആയിട്ടൊന്നുമില്ലല്ലോ മക്കളെ. കേരളത്തിൽ ഇലക്ഷൻ നടന്ന ഡേറ്റ് എന്നായിരുന്നു? 2026 ഏപ്രിൽ 9 എന്താണ് ഇലക്ഷൻ നടന്നു. മെയ് 4 നമ്മുടെ റിസൾട്ട് വന്നു. മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരത്തിലേറി. മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരത്തിലേറി. ഇല്ലേ? എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്? എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്? ചോദ്യം ശ്രദ്ധിക്കണേ. പറഞ്ഞ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്? PSC എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കണം ഉത്തരം? 17 ആയിരിക്കണം ഉത്തരം. 17. 1965 തിരഞ്ഞെടുപ്പ് നടന്നു എങ്കിലും മുന്നണി വന്നിട്ടില്ല, അത് പിരിച്ചുവിട്ടു. അങ്ങനെ നോക്കുന്ന സമയത്ത് 17ാമത്തെ തിരഞ്ഞെടുപ്പും 16ാമത്തെ മന്ത്രിസഭയുമാണ്. 17ാമത്തെ തിരഞ്ഞെടുപ്പും 16ാമത്തെ മന്ത്രിസഭയുമാണ്. നോട്ട് ചെയ്യണേ. PSC എക്സാമിൽ കുറെ പേര് ഡൗട്ട് അടിച്ച് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഓക്കെ ആണോ? നിലവിൽ 16ാം കേരള നിയമസഭയാണ് അധികാരത്തിലുള്ളത്. എത്ര മണ്ഡലങ്ങളിലേക്കായിരുന്നു വോട്ടിംഗ് നടന്നത്? എത്ര മണ്ഡലങ്ങളിലേക്കായിരുന്നു വോട്ടിംഗ്? എത്ര മണ്ഡലങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നത്? വെരി ഗുഡ്. 140 മണ്ഡലങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിന് ഉള്ളത്. ഏറ്റവും കൂടുതൽ പേര് മത്സരിച്ച മണ്ഡലം ഏതാണെന്ന് അറിയോ? സമകാലികമായിട്ട് PSC ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. സെറ്റ് എക്സാമിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ പറയാൻ പറ്റില്ല, കുറെ നാൾക്ക് ശേഷം ഇലക്ഷൻ വരുന്നത്. ചോദിച്ചാലോ? ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ച മണ്ഡലം ഏതായിരുന്നു എന്നറിയോ? ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ചത് 13 പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ PK ഫിറോസ് ആണ്. അതിലെ മുസ്ലിം ലീഗിന്റെ PK ഫിറോസ് ആണ് വിജയിച്ചത്. ഏതാ മണ്ഡലം എന്നറിയോ? കൊടുവള്ളി മണ്ഡലം. കൊടുവള്ളി മണ്ഡലം. ഓക്കെ. നിലവിലെ ചീഫ് വിപ്പ് ആരാ? 16ാം നിയമസഭയിലെ ചീഫ് വിപ്പ് ആരാണെന്നറിയാമോ? തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് നിലവിലെ ചീഫ് വിപ്പ്. ആരാണ്? അബു ജോൺ ജോസഫ് ആണ്. അബു ജോൺ ജോസഫ് ആണ് നിലവിലെ ചീഫ് വിപ്പ്. തൊടുപുഴ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. നിലവിലെ സ്പീക്കർ ആരാ? നിലവിലെ സ്പീക്കർ ആരാണ്? 16ാം നിയമസഭ സ്പീക്കർ ആരാ? എന്തായാലും നോക്കി പഠിക്കണം കേട്ടോ. ഇതൊക്കെ ബേസിക് നോളജ് ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിലവിലെ സ്പീക്കർ. ഓക്കെ. നിലവിലെ സ്പീക്കർ. മുഖ്യമന്ത്രി ആരാ? നിലവിലെ മുഖ്യമന്ത്രി ആരാ? CDO. നിലവിലെ മുഖ്യമന്ത്രി ആരാ? VD സതീശനാണ് നിലവിലെ മുഖ്യമന്ത്രി. VD സതീശൻ ജയിച്ച മണ്ഡലം ഏതാ? കഴിഞ്ഞ ജൂൺ ജൂലൈ നടന്ന എല്ലാ PSC എക്സാമുകളിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 വട്ടം ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. VDS ജയിച്ച മണ്ഡലം ഏതാ? VD സതീശൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലം ഏതാ? പറവൂർ. ഡൗട്ട് വേണ്ട, പറവൂര് തന്നെ. ഈ പറവൂരും പേരാവൂരും വരുന്ന സമയത്താണ് കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയത്. പറവൂരാണ് മണ്ഡലം. പറവൂർ. നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആരാ? നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? ആണോ? അപ്പു എന്നാണോ പേര്? ഓക്കെ. സോറി കേട്ടോ, ഞാൻ അബു എന്നാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. യെസ്. ബിന്ദു ടീച്ചറൊക്കെ പോയി. ജിഷ ടീച്ചറെ. ബിന്ദു കൃഷ്ണൻ. ഞാൻ ചോദിച്ചത് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ്. ഷംസുദ്ദീൻ ആണ് കേട്ടോ. യെസ്, ഷംസുദ്ദീൻ ആണ്. ഓക്കെ. നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാ? റോജി എം ജോൺ. വെരി ഗുഡ്. റോജി എം ജോൺ ആണ് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രിയാമ്പിള്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അമെന്റ്മെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് തുടങ്ങിയവ പഠിക്കണം. ചോദ്യം: മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. കൺട്രി പ്രൊവിഷൻസ്. യെസ്.
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പല പ്രൊവിഷൻസും മറ്റു പല രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. ഇപ്പോ കടമെടുത്തിട്ടുള്ള രാജ്യങ്ങളും കടമെടുത്തിട്ടുള്ള പ്രൊവിഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. മാച്ച് ദി ഫോളോയിങ്: USA, ബ്രിട്ടൻ, അയർലൻഡ്, കാനഡ. TPSP ആണ് ആദ്യം എടുക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ. നോക്കിക്കോ, നന്നായി നോക്കിക്കോ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏതാണ് ഉത്തരം? നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്നൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഈ കറണ്ട് അഫയേഴ്സെ നോക്കാതെ വിടുന്നവരെ ഇതിന്റെ ഉള്ളിലുള്ള ഈ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസും ഒന്നും നോക്കില്ല. അത് പൊട്ടത്തരാണ്. എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഫിക്സഡ് ഏരിയ ക്വസ്റ്റ്യൻസ് ആണ് വരിക. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്ഥിര ചോദ്യങ്ങളാണ്. പറഞ്ഞേ, ഓപ്ഷൻ എ ആണ് എല്ലാവരും പറയുന്നത്. A2 ആണ് എന്ന് ഫസ്റ്റ് ടീച്ചറും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിലബസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പഠിച്ചു വെച്ചാൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റാവുന്ന, പഠിക്കാൻ പറ്റാവുന്ന ഏരിയ ആണ്. USA തന്നിരിക്കുന്നവയിലെ USA-യിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. USA-യിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? തന്നിരിക്കുന്നതിൽ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ US-ൽ നിന്ന് പ്രിയാമ്പിൾ എടുത്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇതൊക്കെ എവിടെ നിന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന്, US-ൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, വൈസ് പ്രസിഡന്റിന്റെ ഫങ്ഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്സ്, സുപ്രീം കോർട്ടിന്റെ ഫങ്ഷൻസ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇതൊക്കെ ഏത് ഭരണഘടനയിൽ നിന്നാണ്? US ഭരണഘടനയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ബ്രിട്ടൻ ഓർ ബ്രിട്ടീഷ് ഓർ ബ്രിട്ടൻ എന്ത് തന്നെയാണ് ആയിക്കോട്ടെ. A2 എന്നുള്ളത് നമുക്ക് കിട്ടി. ഏതാണ്? B3 ആണ് അല്ലെ? ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം അല്ലെ? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, പാർലമെന്ററി സിസ്റ്റം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്, മോർ പവർഫുൾ ദാൻ അപ്പർ ഹൗസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? റിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? പ്രധാനപ്പെട്ട റിട്ടുകൾ നോക്കണേ. റിട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ A2 B3 എന്ന് കിട്ടി. A2 B3 എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയ ഓപ്ഷൻ A ആണ് എന്നുള്ളത്. C1 ആണ്. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന, ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് നോമിനേഷൻ മെമ്പേഴ്സ് ടു രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയും നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് ഗവൺമെന്റ് ഓർ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ കാനഡ. അടുത്തത് നമ്മൾ നോക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുത്തു? ഫെഡറൽ സിസ്റ്റം അല്ലെ? ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ, ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇല്ലേ? യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ആൻസർ ഈസ് A2 B3 C1 D4. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും പറഞ്ഞു. ഇനി വേറൊരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതേതാ? സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും പറഞ്ഞു. ഒരു ലിസ്റ്റും കൂടി ഉണ്ടല്ലോ മക്കളെ, അതേതാ മക്കളെ? സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞു. സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റ്. വെരി ഗുഡ് ശിവരഞ്ജിത്ത് ടീച്ചറെ. അപ്പൊ ടീച്ചർ തന്നെ പറഞ്ഞു കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാ? ലിസ്റ്റ് ഓഫ് കൺകറന്റ് പവർ. വെരി ഗുഡ്, ടീച്ചർ തന്നെ പറഞ്ഞു. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ലിസ്റ്റ് ഓഫ് കൺകറന്റ് പവർ നമ്മൾ എടുത്തിരിക്കുന്നത്. കൺകറന്റ് പവർ. എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാ വരുന്നത്? മക്കളെ? എഡ്യൂക്കേഷൻ വരുന്ന ലിസ്റ്റ് ഏതാ? എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പവർ ഓഫ് ദി പ്രസിഡന്റ്.
എന്നുള്ള ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? പവർ ഓഫ് ദി പ്രസിഡന്റ്. പവർ ഓഫ് ദി പ്രസിഡന്റ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പവർ ഓഫ് ദി പ്രസിഡന്റ്. ഓക്കെ, അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാണെന്ന് അറിയാമോ? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി. ഓക്കെ ആണ് എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. യെസ്, പ്രധാനപ്പെട്ട ഷെഡ്യൂളുകളും ആ ഷെഡ്യൂൾസിന്റെ സബ്ജക്റ്റും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾസ്. പറഞ്ഞോ, എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഷെഡ്യൂൾസും അവയുടെ അതിന്റെ ഉള്ളടക്കം എന്താണ്, സബ്ജക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഷെഡ്യൂൾസ് ആൻഡ് സബ്ജക്റ്റ്. പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. പറഞ്ഞേ. ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, ഫോർത്ത് ഷെഡ്യൂൾ. എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് നിലവിലെ? ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുമ്പോൾ നമുക്ക് 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. 1949 ലിസ്റ്റ് ചെയ്തതിലെ നിലവിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 12 ഷെഡ്യൂളുകൾ ഉണ്ട്. നിലവിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? 12 ഷെഡ്യൂളുകൾ ഉണ്ട്. ഓക്കെ, ഈ ഷെഡ്യൂൾസിലെ പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാ? പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാ? 11ാം ഷെഡ്യൂളാണ്. 12ാം ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 12ാം ഷെഡ്യൂളില് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏത് ഷെഡ്യൂളിൽ പറയുന്നത്? 12th ഷെഡ്യൂളിൽ, 12ാം ഷെഡ്യൂളിൽ പറയുന്നത്. 9ാം ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അല്ല, 10 ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ. 10ാം ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 10 ആന്റി ഡിഫെക്ഷൻ ലോസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആന്റി ഡിഫെക്ഷൻ ലോസിനെ കുറിച്ചിട്ടാണ് 10ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. 10ാമത്തെ ഷെഡ്യൂളിൽ. 9ാമത്തെ ഷെഡ്യൂളിൽ ലാൻഡ് റീഫോംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 9ാമത്തെ ഷെഡ്യൂളിൽ ലാൻഡ് റീഫോംസ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ അഥവാ പട്ടിക ഏതാ മക്കളെ? 8ാം ഷെഡ്യൂളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 8ാം ഷെഡ്യൂളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമ്മുടെ 3 ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് 7ാമത്തെ ഷെഡ്യൂൾ. 7th ഷെഡ്യൂളിലാണ് 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഡിവിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഏതൊക്കെയാണ്? 3 ലിസ്റ്റ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 6th ഷെഡ്യൂളിൽ ഏതിനെയാ? യെസ്, ട്രൈബൽ ഏരിയാസ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ് 4 സ്പെസിഫിക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്: മേഘാലയ, ത്രിപുര, മിസോറാം. ATM എന്നാണ് അതിന് കോഡ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂളിലെ ട്രൈബൽ ഏരിയാസിനെ, അവയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ATM എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ അത് പഠിച്ചു വെക്കുക SSC ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ അല്ലേ? യെസ്. 5th ഷെഡ്യൂൾ സീറ്റ് ഇൻ രാജ്യസഭ സീറ്റുകളെ കുറിച്ചിട്ടാണ്. സോറി, 5th ഷെഡ്യൂൾ അല്ലേ ഇനി പറയാനുള്ളത്. യെസ്, 5ാമത്തെ ഷെഡ്യൂൾഡ് ഏരിയാസ് ആസ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതിനെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? 5th ഷെഡ്യൂളിൽ പറയുന്നത്. 4ാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? അലോക്കേഷൻ ഓഫ് രാജ്യസഭ സീറ്റ്. 4th ഷെഡ്യൂളിൽ എന്ത് പറയുന്നു? അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ. ഓക്കെ അല്ലേ? യെസ്. ഇനി 3rd ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? ഓത്ത് ആൻഡ് അഫർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ഓത്ത്, അഫർമേഷൻസ്, യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ, MPസിന്റെ, ജഡ്ജസിന്റെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിന്റെ, അവരുടെ ഒക്കെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നതാണ് 3ാമത്തെ ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 2ാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? 2ാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത് മക്കളെ? പറഞ്ഞ 2ാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? 2nd ഷെഡ്യൂള്.
പറയൂ. D1 ആണ് എന്ന് കിട്ടി. D1 ആണ്. C3 ആണ് എന്ന് കിട്ടി. D1C3 എന്ന് കിട്ടിയാൽ തന്നെ ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? സാലറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, അലവൻസ്, അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ്, പ്രസിഡന്റ്, ഗവർണേഴ്സ്, ജഡ്ജ്, സ്പീക്കേഴ്സ്, അതിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. ദെൻ ഫസ്റ്റ് ഷെഡ്യൂൾ നെയിം ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും നോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓൾറെഡി നോക്കില്ലേ? നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിർബന്ധമായിട്ട് നോക്കണം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ 2 പ്രധാനപ്പെട്ട ഗവൺമെന്റ്സിനെ കുറിച്ചിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് മൊഡ്യൂൾ 2 അല്ല കേട്ടോ. ഏതാണ് നമ്മുടെ സിലബസ് പ്രകാരം എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്ന നമ്മുടെ ഏതായിരുന്നു നമ്മുടെ മൊഡ്യൂള്? സിലബസിലെ മൊഡ്യൂള് 2. മൊഡ്യൂൾ 2 തന്നെയാണ്. എനിക്ക് തെറ്റിയതാണ്. മൊഡ്യൂൾ 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ. അതിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് പഠിക്കാനുണ്ട്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻ ആൻഡ് ട്രീറ്റീസ് പഠിക്കാനുണ്ട്. നമുക്ക് എന്തായാലും ചോദ്യം നോക്കാം. Who was the prominent leader of Narmada Bachao Andolan who fought against the displacement caused by large dams? പറഞ്ഞോളൂ. റിപ്പീറ്റഡ് ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെടുന്ന വ്യക്തി ആരാണ് തന്നിരിക്കുന്നതിന്? ഓപ്ഷൻ എ മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 1985 മേധാ പട്കറും അതുപോലെ തന്നെ ഭാഭ ആംതെ അവരുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നതാണ് അല്ലെ? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ലാർജ് ഡാംസ് ഓൺ നർമ്മദ റിവർ ആൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ. നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ്. ക്ലിയർ അല്ലേ? നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ്. യെസ്. അപ്പൊ ഇനി നമ്മള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നമ്മൾ അധികം ക്വസ്റ്റ്യൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്സിനെയൊക്കെ ഒരൊറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയേക്കാണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തിട്ട് ഒറ്റ സ്ലൈഡിലെ കാര്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. വൈഷ്ണോയ് മൂവ്മെന്റ് 1730 അമൃത ദേവി വൈഷ്ണോയ് അതിന് നേതൃത്വം നൽകി. ഓക്കെ, കെജ്രി ട്രീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് 1973 നടന്നത്. സുന്ദർലാൽ ബഹുഗുണ, ഓക്കെ, ചാണ്ടി പ്രസാദ് ഭട്ട്, ഗൗരാദേവി എന്നിവരൊക്കെ നേതൃത്വം നൽകിയതാണ്. ഈ ചിപ്കോ മൂവ്മെന്റിന്റെ ഫോട്ടോസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. മരങ്ങൾ വെട്ടുന്നതിനെതിരെ മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെ? സൈലന്റ് വാലി മൂവ്മെന്റ് കേരളത്തിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ്. 1978 കവി കൂടിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചറാണ് അതിന് നേതൃത്വം നൽകിയത്. ക്ലിയർ അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് ഡാം വരുന്നതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്. ജംഗൾ ബച്ചാവോ ആന്തോളൻ 1982. ഓക്കെ അല്ലേ? ജംഗൾ ബച്ചാവോ ആന്തോളൻ. അപ്പിക്കോ മൂവ്മെന്റ് 1983. പാണ്ഡുരംഗ് ഹെഡ്കെ ആണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നെ തിഹാരി ഡാം മൂവ്മെന്റ് 1990s നടന്നതാണ്. സുന്ദർലാൽ ബഹുഗുണയാണ് അതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, പ്രധാനപ്പെട്ട മൂവ്മെന്റ്സും അതിന്റെ പ്രൈമറി മോട്ടീവ്, ഒബ്ജക്റ്റീവ്സും ലീഡേഴ്സും ഇയറൊക്കെ കിട്ടിയിട്ടില്ലേ? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. പഠിച്ചു വെക്കണേ. ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ ഒരു സ്ലൈഡ് തരികയാണ്. പഠിക്കും നിങ്ങൾ. ഓക്കെ, യെസ്. 10ാമത്തെ ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിലെ 10ാമത്തെ ചോദ്യം. വിച്ച് ആക്ട് ഈസ് കൺസിഡേർഡ് എ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ? പറഞ്ഞോളൂ. Which act is considered a landmark legislation for environmental protection in India? ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട ആക്ടുകളൊക്കെ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാൻ കൂടി തന്നെയാണ് അതിന്റെ വർഷങ്ങൾ തന്നിട്ടുള്ളത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, എയർ ആക്ട്, പ്രിവെന്റേഷൻ ഓഫ് ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്. ഏതാണ്?
ഉത്തരം പറഞ്ഞേ. അറിയാത്തവർ ഏതെങ്കിലും ഒക്കെ ഓപ്ഷൻസ് ഒന്ന് വിളിച്ചു പറഞ്ഞേ. അറിയാതിരിക്കാനൊന്നുമില്ല ഇതിലെ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിലെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓക്കെ അല്ലേ? യെസ്. 11ാമത്തെ ചോദ്യം. അപ്പൊ മൊഡ്യൂൾ 2 നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തത് ഏത് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ഒരു ചെറിയൊരു ഡിസോർഡർ വന്നുകൊണ്ടാണ് കേട്ടോ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മള് യൂണിറ്റ് 3 മൊഡ്യൂൾ 1 ടെക്നോളജി ഇൻവെൻഷൻസ് പറഞ്ഞു, മൊഡ്യൂൾ 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ് പറഞ്ഞു, മൊഡ്യൂൾ 3 UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് പറഞ്ഞു, മൊഡ്യൂൾ 4 ഹയർ ലേണിംഗ് റിസർച്ചിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു, മൊഡ്യൂൾ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൊഡ്യൂൾ 4 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മൊഡ്യൂൾ 4. ഓക്കെ, ഇവിടെ NIRF റാങ്കിംഗ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, PM ശ്രീ, ഇതൊക്കെ ഇപ്രാവശ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. PM ശ്രീയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഒതുക്കിയത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. Question number 11. Which proposed legislation aimed to consolidate UGC, AICTE and NCTE into a single regulatory umbrella body for Indian higher education? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സമകാലികമായിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ നടന്ന വളരെ വലിയൊരു മാറ്റത്തെ കുറിക്കുന്ന ഒരു ചോദ്യമാണിത്. പറഞ്ഞോ. ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് UGC, AICTE, NCT എന്നിവയെ ഒരൊറ്റ റെഗുലേറ്ററി അംബർല ബോഡിയാക്കി ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്ന ആ ലെജിസ്ലേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ബിൽ, സെൻട്രലൈസ്ഡ് അക്കാദമിക് ഗവേണൻസ് ആക്ട്, വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ, യൂണിഫൈഡ് റിസർച്ച് ആൻഡ് റെഗുലേറ്ററി കോഡ്. ശ്രദ്ധിച്ചോ ഉത്തരം പറഞ്ഞാൽ മതി. യാതൊരു വിധത്തിലുള്ള ധൃതിയുമില്ല. പറഞ്ഞോളൂ. ആൻസർ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏതാണ്? ഓപ്ഷൻ A ആണ് ആദ്യം എല്ലാവരും പറഞ്ഞത്. ശിവരഞ്ജന ടീച്ചർ ഓപ്ഷൻ C പറഞ്ഞു, വിസ്മയ ഓപ്ഷൻ C പറഞ്ഞു, ഫസ്റ്റ് ഓപ്ഷൻ D ആണ് പറഞ്ഞിരിക്കുന്നത്, ഹരിപ്രിയ ടീച്ചർ ഓപ്ഷൻ C പറയുന്നുണ്ട്. ഏതാണ്? UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണ് എന്നറിയാലോ. ജനറൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഫണ്ടിങ്ങും സ്റ്റാൻഡേർഡ്സ് ഒക്കെ നൽകുക എന്നുള്ളതാണ് UGCയുടെ ഫംഗ്ഷൻ. AICTE എന്താണ് ഫുൾ ഫോം? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് അല്ലെ? യെസ്. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയർ, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ അതൊക്കെയുമായി ബന്ധപ്പെടുന്ന ഓർഗനൈസേഷൻ ആണ് AICTE. NCTE എന്താ? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. റെഗുലേറ്റ്സ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഫോർമൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അതാണ് NCTEയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് സംഘടനകൾ, ഓർഗനൈസേഷനെയും ഒന്നാക്കുന്ന ആ ഒരു ലെജിസ്ലേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പറഞ്ഞോളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ആദ്യം ഓപ്ഷൻ A പറഞ്ഞു. പിന്നെ Aയും Cയും തമ്മിലുള്ള ഒരു മത്സരം വന്നു. A ആണോ C ആണോ എന്നറിയാനായിട്ട്. ഓക്കെ, വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലാണ് ശരിയായിട്ടുള്ള ഉത്തരം. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ ഈ 3 നിയന്ത്രിക്കുന്ന ഒരൊറ്റ അംബ്രല്ല ബോഡി, ഒരു ഏകീകൃത മേൽനോട്ട സമിതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല്. ഓക്കെ, ഏതൊക്കെ ഈ വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിന്റെ കൂടെ മീൻസ് അതിന്റെ കീഴില് വരുന്ന ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലും ചോദ്യം എന്താക്കി വരാം? തിരിച്ചു ചോദിക്കാം. തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയും
എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കൂടുതലാണ്. അങ്ങനെയും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? UGC, AICTE, NCTE. ഇത് മൂന്നിനെയും ഒരുമിച്ച് ചേർക്കുന്നതിനുള്ള പുതിയ ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ എന്നുള്ളത്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ബില്ല് അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ളതാണ് അത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ് എന്ന് വിചാരിച്ചത്. ഇവര് പറഞ്ഞത് എന്താ? UGCയും AICTEയും NCTEയും എല്ലാം ലയിപ്പിച്ച് പകരം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സംവിധാനം രൂപീകരിക്കും. അതിന്റെ ഭാഗമായ ബില്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലാണ് ശരിയായ ഉത്തരം. രണ്ടും തമ്മിലുള്ള കണക്ഷൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഒന്ന് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ബില്ലിന്റെ പേരെന്താണെന്നാണ്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലാണ്. ഓക്കെ, ആ ബില്ലിന്റെ പേര് അങ്ങനെയാണ്. ഈ മൂന്നെണ്ണം ഈ മൂന്ന് സംഘടനകൾ UGC, AICTE, NCTE, ഈ മൂന്ന് സംഘടനകളും ലയിപ്പിച്ചിട്ട് ഒരൊറ്റ ബോഡി വരും. ആ ബോഡിയുടെ പേരാണ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. HECI, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് A അല്ലാതായത്, എന്തുകൊണ്ടാണ് നിങ്ങൾ A പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ വന്നോ? ഓക്കെ ആണോ? ആ കൺഫ്യൂഷൻ അങ്ങോട്ട് ഒഴിവായി പോയോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബില്ലിന്റെ പേരാ, അല്ലാണ്ട് ഇത് മൂന്നും കൂടിയിട്ട് ഏത് ഓർഗനൈസേഷൻ ആയിട്ട് മാറും എന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ബില്ലിന്റെ പേരാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ C ആൻസർ ആയത്. ഓക്കെ ആണോ? യെസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് APAAR, Aadhaar card, within Indian education system by 2026? നോട്ട് ചെയ്യണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏതാണ് ഈ ആധാർ കാർഡ്? ഈ APAAR അതിന്റെ ഫുൾ ഫോം എന്താ? അതും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം എന്നറിയോ? ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ് APAAR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആധാർ കാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? യൂണിഫൈഡ് അക്കാദമിക് ഡിജിറ്റൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആധാർ കാർഡ്. ഈ ആധാർ കാർഡിന്റെ ഫുൾ ഫോം എന്താ? A for automated, P for permanent, A for academic, A for accountant register. ഓക്കെ അല്ലേ? ആധാർ കാർഡ് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ സിലബസിലെ നമ്മുടെ ആദ്യത്തെ എത്ര മൊഡ്യൂളുകൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു? ആദ്യത്തെ 5 മൊഡ്യൂളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവന്റ്സ്, പേഴ്സൺസ്, അവാർഡ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഫിലിംസ്, ലിറ്ററേച്ചർ, അതുമായി ബന്ധപ്പെട്ടുള്ള അവാർഡുകളാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതാണ് നല്ലത്. ഫിഫ വേൾഡ് കപ്പ് പറഞ്ഞേ മക്കളെ. ഫിഫ വേൾഡ് കപ്പ് എത്രാമത്തെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്? എത്രാമത്തെ വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എത്രാമത്തെ ഫിഫ വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? 23ാമത്തെ. അഭാറിന്റെ ഫുൾ ഫോം പറയാം. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ്. ഇത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അഭാർ എന്നതിന്റെ ഫുൾ ഫോം. ഓക്കെ, എത്രാമത്തെ വേൾഡ് കപ്പാണ് നടക്കുന്നത്? 23ാമത്തെ ഫിഫ വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റ് നേഷൻസ്, ഹോസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്? ഹോസ്റ്റ് കൺട്രീസ് US, അമേരിക്കയിലെ മെക്സിക്കോ, കാനഡ, ഈ 3 സ്ഥലത്താണ് എന്ത് 23ാമത്തെ 2026 വേൾഡ് കപ്പ് നടക്കുന്നത്. മെക്സിക്കോ, USA, കാനഡ. മെക്സിക്കോ, US, കാനഡ, 3 പഠിച്ചിരിക്കുക. മെക്സിക്കോ, US, കാനഡ. ഇതിലെ ഒരു രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ലോകകപ്പിന്റെ വേദി വരുന്നത്. അതേതാ രാജ്യം എന്നറിയോ? US ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, കാനഡയുണ്ട്. ഇതിലെ ഒരു രാജ്യത്തിൽ ആദ്യമായിട്ടാണ് എന്തിന് വേദിയാകുന്നത്? വേൾഡ് കപ്പിന് വേദിയാകുന്നത്. ഏതാണ് ആ രാജ്യം? കാനഡയാണ്. കാനഡ. മെക്സിക്കോയിലും അമേരിക്കയിലും ഓൾറെഡി മുമ്പ് എന്ത് നടന്നിട്ടുണ്ട്? വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ കാനഡയിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ ആണോ?
കാനഡ. മൊത്തം എത്ര രാജ്യങ്ങൾ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നുണ്ട്? എത്ര രാജ്യങ്ങൾ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നുണ്ട്? വെരി ഗുഡ്, 48 കൺട്രീസ്. 48 കൺട്രീസ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? നല്ലൊരു ചോദ്യം. എത്ര ഗ്രൂപ്പ് ഉണ്ട് മക്കളെ? എത്ര ഗ്രൂപ്പ് ഉണ്ട്? 12 ഗ്രൂപ്പ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 12 ഗ്രൂപ്പ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 12 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്കെല്ലാം ഒരുവിധ സ്പോർട്സ് ഇവന്റ്സിനെല്ലാം ഒരു ഭാഗ്യചിഹ്നം ഉണ്ടായിരിക്കും ഇല്ലേ? യെസ്. അപ്പൊ നമ്മുടെ 23ാമത് 23rd ഫിഫ വേൾഡ് കപ്പ് 2026 ഈ ഭാഗ്യചിഹ്നങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓരോ രാജ്യത്തിന്റെ, അമേരിക്കയുടെ, കാനഡയുടെ, മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ക്ലച്ച് സ്പെല്ലിംഗ് ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലച്ച് അമേരിക്കയുടെ ഭാഗ്യചിഹ്നമാണ്. ക്ലച്ച് എന്നുള്ളത് അമേരിക്കയുടെ ഭാഗ്യചിഹ്നമാണ്, ക്ലച്ച്. ഓക്കെ, ഇനി മാപ്പിൾ, MAPLE, മാപ്പിൾ കാനഡയുടെ ഭാഗ്യചിഹ്നമാണ് മാപ്പിൾ. ഓക്കെ, മാപ്പിൾ ഒരു കുതിരയാണ്. ക്ലച്ച് എന്ന് പറയുന്നത് ഒരു ഈഗിളാണ്. മാപ്പിൾ എന്ന് പറയുന്നത് കുതിരയാണ്. ഏതിനെയാണ്? മാപ്പിൾ, കാനഡയുടെ. ഓക്കെ, അടുത്തത് സായു. എനിക്ക് ഏറ്റവും ഇഷ്ടമായ പേര് സായു എന്നുള്ളതാണ്. സായു ഒരു ജാഗ്വർ ആണ്. സായു മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നമാണ്. സായു. ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടല്ലോ, അവളുടെ പേരെന്താ? ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്ത് ചോദ്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടീമിന്റെ പ്ലേയേഴ്സും അതിന്റെ ടീമും മാച്ച് ദി ഫോളോയിങ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയ എക്സാമിനായിരുന്നു അത്. ഓക്കെ, കഴിഞ്ഞ വേൾഡ് കപ്പ് ക്രിക്കറ്റിലാണോ ഏതിലാണോ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് മുമ്പ്. ഇതൊന്ന് പറഞ്ഞേ, ഒരു മലയാളി താരം വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. ആരാണെന്നറിയോ? തഹസീർ മുഹമ്മദ് ജംഷീദ്. ഏത് ടീമിന്റെ കൂടെ കളിക്കുന്നത്? ഏത് ടീമിലാണ് അദ്ദേഹം കളിക്കുന്നത്? ഖത്തർ ടീമിലാണ് കളിക്കുന്നത്. ഖത്തർ ടീമില് ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. തഹസീൻ മുഹമ്മദ് ജംഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. എന്നാ ഫൈനല്? ലോകകപ്പ് ഫൈനൽ എന്നാ ഫൈനല്? 20ാം തീയതി അല്ല, 20ാം തീയതി ആണോ? 19ാം തീയതി അല്ലേ? നമുക്ക് 20 ആവും. 19ാം തീയതിയാണേ. 19ാം തീയതിയാണ് കേട്ടോ. 19 ജൂലൈ 19 കേട്ടോ ഫൈനല്. അപ്പൊ അടുത്ത ചോദ്യം, ആര് ജയിക്കും? ആരൊക്കെ തമ്മിലാണ് ഫൈനൽ എന്നുള്ളത് അറിയാലോ? അർജന്റീനയും സ്പെയിനും കൂടിയിട്ടാണ്. ആര് ജയിക്കും? ഈ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരമില്ല. മോമോസ് അർജന്റീന എന്നൊക്കെ പറയുന്നുണ്ട്. ആരായാലും ജയിക്കട്ടെ. എന്തായാലും ജയിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം നമുക്ക് എന്തായാലും വരില്ല. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 48 ടീംസ് ഉണ്ട്. ഓക്കെ, 32 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ജൂൺ 11 തുടങ്ങി ജൂലൈ 19 അവസാനിക്കുന്നത്. 2026 104ഓളം മാച്ചുകൾ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. Where will be the 2026 Commonwealth Games be held? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിന് ഉത്തരം പറഞ്ഞാൽ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന സ്ഥലം ഏതാ? 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാ? ചോദിക്കാം. PSC എക്സാമുകളിലൊക്കെ റിപ്പീറ്റഡ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ഇന്ത്യയാണ്. ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അഹമ്മദാബാദിലാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? സമ്മർ ഒളിമ്പിക്സ് 2024 സമ്മർ ഒളിമ്പിക്സ് ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത്. 2024 ഒളിമ്പിക്സ് പാരീസിൽ നടന്നു. 28 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ്. നോട്ട് ചെയ്യട്ടെ, ഒളിമ്പിക്സ് ചോദിക്കാം. എവിടെയാണ് നടക്കുന്നത്? 2028 USA അമേരിക്കയിലാണ് നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിലാണ് നടക്കുന്നത്. 2028
32-ലെയോ അതും നമ്മൾ പഠിച്ചേക്കണം. ബ്രിസ്ബേൺ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണിലാണ് 2032-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. 2032-ലെ സമ്മർ ഒളിമ്പിക്സ് ബ്രിസ്ബേൺ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണിൽ നടക്കുന്നു. ഓക്കെ അല്ലേ? കോമൺവെൽത്ത് ഗെയിംസ് 2022 ഓൾറെഡി കഴിഞ്ഞു. ബർമിംഗ്ഹാമിലായിരുന്നു, ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2026 സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ. ഓക്കെ അല്ലേ? ഇനി 20ാമത് ഏഷ്യൻ ഗെയിംസ് ചോദിക്കാം. 20ാമത് ഏഷ്യൻ ഗെയിംസ് ഇനി വരാനാണ് പോകുന്നത്. ഏഷ്യൻ ഗെയിംസ് ഓക്കെ, ക്ലിയർ അല്ലേ? 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2026 നടക്കുന്നത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 14 വരെയാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ നടക്കുന്നത്? ജപ്പാനിൽ. ആ സ്ഥലത്തിന്റെ പേര് കൂടി നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണേ. എയ്ച്ചി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഐച്ചി, AICHI, എയ്ച്ചി നഗോയ ജപ്പാനിൽ വെച്ചിട്ടാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസ് 2027 മേഘാലയയിൽ വെച്ചിട്ടാണ്. നാഷണൽ ഗെയിംസിന്റെ 39ാമത് എഡിഷൻ 2027 നടക്കുന്നു. മേഘാലയയിൽ വെച്ചിട്ട്. ഓക്കെ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒളിമ്പിക്സും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതില് സമകാലികമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇനി പ്ലേയേഴ്സ്, അവർക്ക് കിട്ടിയ അവാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? സ്പോർട്സ് എന്താണ്? ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നാഷണൽ ഗെയിംസ് 39ാമത് നാഷണൽ ഗെയിംസ് 2027 മേഘാലയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മേഘാലയ. ഹാജ ടീച്ചർക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ സ്പോർട്സിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 14ാമത്തെ ചോദ്യം പറഞ്ഞേ. ഇനി പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും ഇല്ല ഇതില്. The venue of the 2026 Winter Olympics. സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2028 ലോസ് ആഞ്ചലസിൽ വെച്ചിട്ട്, അമേരിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2032 ബ്രിസ്ബേണിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2026 വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ചിട്ടാണ്. വിന്റർ ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ട് നടക്കുന്നത്? 2026 ഏപ്രിൽ ജൂൺ ജൂലൈ പരീക്ഷകളിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിലെ മിലാനോ കോർട്ടിന അവിടെ വെച്ചിട്ടാണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ചോദ്യം ഷുവർ ആണ്, PSC എക്സാമുകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി അവാർഡ്. Who was selected for 2025 എഴുത്തച്ഛൻ പുരസ്കാരം, the highest literary honor awarded by the government of Kerala for comprehensive contribution to Malayalam language and literature? ചുരുക്കി പറഞ്ഞ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ ലഭിച്ചേ എന്നുള്ളതാണ് ചോദ്യം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? KGS എന്ന KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. KGS എന്ന KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. NS മാധവന് 2024 ലഭിച്ചത്. 2024 NS മാധവന് ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1993 5 ലക്ഷം രൂപയാണ് ഇത് കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാര തുക. 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ കേട്ടാ. 2025 ആർക്കാണ് ലഭിച്ചത്? 2025 KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. 5 ലക്ഷം രൂപയാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്.
ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ അടുത്ത കാലത്ത് ഒരാൾക്ക് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ആർക്കാ കൊടുത്തതെന്നറിയോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ അടുത്ത്, ഇത് PSC ക്വസ്റ്റൻ ആണ് കേട്ടോ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ അടുത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ നടൻ ആരാ? മമ്മൂട്ടിയാണ്. വെരി ഗുഡ് ഐ സിറ്റിസ്. മമ്മൂട്ടിയാണ്. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത്. മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കാണ് ഈ അടുത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊടുത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. ഇനി മറ്റൊരു ചോദ്യം. ഒരു മിനിറ്റ് 2023 55ാമത് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാ ലഭിച്ചേ? 2023 55ാമത് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാ ലഭിച്ചേ? മോഹൻലാലിനാണ് ലഭിച്ചത്. ലാലേട്ടന് ലഭിച്ചു. ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്ര മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്? 2. ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു? യെസ്. ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പുരസ്കാരങ്ങൾ ഞാൻ പറയാം. അടുത്ത മറ്റേ മാരത്തൺ ഒളിമ്പിക് ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ. വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം. ഇതൊക്കെ പഠിച്ചിട്ട് വരണം. അതുപോലെ അടുത്ത മാരത്തൺ ക്ലാസ്സിലേക്ക് നിങ്ങൾ നോക്കി വരേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി 2026 ജനുവരിയിൽ നടന്ന പരീക്ഷയ്ക്ക് ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞാനത് ഡിസ്കഷൻ എടുക്കാഞ്ഞത്. ഏറ്റവും അവസാനത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഏറ്റവും അവസാനത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? യെസ്. സോ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.